എന്തോ ഒരു ഡെക്കറേഷൻ ആയിരുന്നു. ചാനലുകളൊക്കെ വന്ന് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനാശാന്റെ ഒരു ബൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കടലിൽ വെള്ളത്തിൽ കമ്പിട്ടടിച്ച പോലെ പടപടപടപടാ ഓളങ്ങളുണ്ടാവും. പടക്കത്തിൻ്റെ ഒരു സൈഡ് കൊളുത്തുമ്പോഴായിരുന്നു, പിന്നെ പടക്കം പൊട്ടുമായിരുന്നു. പക്ഷെ അതെല്ലാം പോയി. അദ്ദേഹം ഇപ്പോൾ തലമുടി നാലിഴയ്ക്ക് രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. എന്തായാലും കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായൊരു വിധി വന്നിട്ടുണ്ട്. നേരത്തെ വിധി സ്റ്റേ ചെയ്തിട്ടുണ്ട്. കമ്പനി ആക്ട് അനുസരിച്ച് കമ്പനിയുടെ ടിൻ നമ്പർ കൊടുക്കാത്തതും അതുപോലെ തന്നെ ഇത് പുതുക്കാത്തതും അതിൻ്റെ കമ്പനി ആക്ട് അനുസരിച്ചുള്ള ഓഡിറ്റ് റിപ്പോർട്ടെല്ലാം കൊടുക്കാത്തതിൻ്റെ ഭാഗമായി അത് സംഘടനയ്ക്ക് തന്നെ രജിസ്ട്രേഷൻ നഷ്ടപ്പെട്ടു. കമ്പനി ആക്ട് അനുസരിച്ചുള്ള രജിസ്ട്രേഷൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശനും പിന്നെ തുഷാർ വെള്ളാപ്പള്ളിക്കും ഡോക്ടർ സോമനും ഒന്നും ഇനി അവിടെ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു ഉത്തരവുണ്ടായി. ആ ഉത്തരവിനെതിരെ അദ്ദേഹം സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ പോയി. പെട്ടെന്ന് കേൾക്കണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് വാദം കേട്ടില്ല. മത്സരം തുടരാൻ പറഞ്ഞു. പിന്നെ വാദം കേട്ടപ്പോൾ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ശ്വാസം വീണ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. ഒരു സന്തോഷമായിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീണ്ടും അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് വാട്ടർലൂ ആയി. ഇതിനിടയിൽ ഇടിച്ചു നിന്നതാണ്. ഗണേഷിൻ്റെ തെറി പറഞ്ഞ്, ഗണേഷിൻ്റെ അച്ഛന് പറഞ്ഞ് ഗണേശൻ ശരിയല്ല, നുണയനാണ്, പുളുവനാണ്, ശരിയല്ല, പെണ്ണുപിടിയനാണ് എന്നൊക്കെ പറഞ്ഞ് ഗണേഷിനെയൊക്കെ കുറേ കുറ്റം പറഞ്ഞ്, പിന്നെ ഒരുപാട് ആളുകളെ കുഴപ്പം പറഞ്ഞ്, അങ്ങനെയൊക്കെ വി.ഡി. സതീശനെയൊക്കെ ധാരാളം പറയുമായിരുന്നു. പക്ഷേ അതെല്ലാം പോയി. ഇപ്പോൾ ഒതുങ്ങി പല്ല് കൊഴിഞ്ഞ സിംഹത്തിനെ പോലെ, എന്താണ് നമ്മൾ പറയുമല്ലോ, ഈ ഒരു ശൗര്യം തീർന്ന കുതിരയെപ്പോലെ വീട്ടിലുണ്ട്. വല്ലപ്പോഴും ബൈറ്റ് കൊടുക്കുന്നു. പക്ഷേ കേസ് വല്ലാതെ മുറുകിയിരിക്കുകയാണ്. അത് കോടതിയാണ് കയറി പിടിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ വിചാരിച്ചിട്ടും അത് രക്ഷിക്കാൻ പറ്റിയില്ല. പിണറായി വിജയൻ അല്ലെങ്കിൽ പറ്റിയമായിരുന്നെങ്കിൽ ഈ ഇലക്ഷനിൽ രക്ഷിച്ചതിന് ശേഷം അതൊന്ന് ബാർഗൻ ചെയ്തേനെ വെള്ളാപ്പള്ളിയും അയച്ചു. പക്ഷെ അത് നടന്നില്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ സ്വാധീനം വളരെ കുറയുന്നു. അതുതന്നെ വലിയൊരു പ്രശ്നമാണ്. വടക്കൻ കേരളത്തിൽ ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ വലിയ കൺഫ്യൂഷൻ ഇപ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ BJPക്കും വലിയൊരു പങ്കുണ്ട്. എന്തായാലും ഈഴവ മറ്റ് പിന്നോക്ക സമുദായങ്ങളുടെ ഇടയിൽ വലിയ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് വടക്കേ മലബാറിൽ. അതാർക്കാണ് ഗുണം ചെയ്യുകയെന്നറിയില്ല. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിച്ച് കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് എല്ലാവരെയും തെറി പറയുന്ന, വായെടുത്താൽ അദ്ദേഹം ചൂടാവുകയും സരസമായി പറയുകയും ചില സമയത്ത് ബഹളമുണ്ടാക്കുകയും ഷൗട്ട് ചെയ്യുകയും അങ്ങനെ നർമ്മം ചേർത്ത് പറയുകയൊക്കെ ചെയ്യാൻ ശ്രമിച്ച് സൂര്യന് താഴെയുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ തുടങ്ങി. ഒരുപാട് ഇഷ്ടമല്ലാത്ത എല്ലാവരെയും കുറ്റം പറയാൻ തുടങ്ങി. പക്ഷേ അത് മൂർധന്യത്തിലേക്ക് പോയി. പ്രശ്നം വഷളായി. ആകെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് സിംഗിൾ ബെഞ്ചിൻ്റെ അടുത്ത് പോയത്. അതിനുശേഷം ഡിവിഷൻ ബെഞ്ചിൻ്റെ അടുത്ത് പോയത്. എന്തായാലും ഡിവിഷൻ ബെഞ്ച് വാദം കേട്ടു, ജാമ്യം കൊടുത്തു. പക്ഷേ ജാമ്യം കുറേ കണ്ടീഷൻസ് വെച്ചിട്ടാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത്. ഇനി ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നതിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളുമായി ബന്ധപ്പെടുത്തിയും പ്രശ്നമുണ്ട്. കമ്പനിയുടെ, അതായത് SN ട്രസ്റ്റിൻ്റെയും SNDPയുടെയും കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തതിലുള്ള പ്രശ്നങ്ങളും കോടതി പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ കേസ് നടക്കുകയാണ്. കേസ് തുടർന്ന് അങ്ങോട്ട് എന്ത് സംഭവിക്കുമെന്നറിയില്ല. കാരണം കമ്പനി രജിസ്ട്രാറൊക്കെ രക്ഷിച്ചെടുക്കണമെങ്കിൽ കുറേ നിയമ നടപടികളുണ്ട് ഇതിനകത്ത്. ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ പ്രശ്നം വരത്തില്ല. പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കേസ് ശക്തമായി ശിക്ഷിക്കപ്പെടാനും പുതിയ രീതിയിലേക്ക് മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ടുകൂടി ആയിരിക്കാം വെള്ളാപ്പള്ളി നടേശൻ ഈ പല്ലുകൊഴിഞ്ഞ സിംഹം പോലെ നിശബ്ദനായി ഇരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് ബൈറ്റും ബഹളങ്ങളും ഒന്നും കൊടുക്കുന്നില്ല. അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ വൈക്കം വിശ്വൻ അതുപോലെയുള്ള സംവിധാനങ്ങൾ ആളുകളോട് താല്പര്യമുണ്ട്. അതിൽ വാസവനോട് ഒരു താല്പര്യമുണ്ട്. വാസവൻ ജയിക്കണമെന്നൊക്കെ വീണ ജോർജിനോട് താല്പര്യമുണ്ട്. ഈ താല്പര്യങ്ങളൊക്കെ വെള്ളാപ്പള്ളിക്കുണ്ട്. പക്ഷേ ആ താല്പര്യങ്ങളൊന്നും വേണ്ടത്ര ഇനി പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരു രീതിയിൽ പൂട്ട് വീണിരിക്കുകയാണ്. ഇനിയിപ്പോൾ വല്ലാതെ BJPയെ പിണക്കിയാൽ ED വരുമോ എന്നറിയില്ല. അതുപോലെ തന്നെ പിണറായി വിജയനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നറിയില്ല. കോൺഗ്രസ് ഇനി കഷ്ടകാലത്തിന് അദ്ദേഹത്തിൻ്റെ കഷ്ടകാലത്തിന് കോൺഗ്രസ് കയറി അധികാരത്തിൽ വന്നാൽ അദ്ദേഹത്തിൻ്റെ കാര്യം പെട്ടു എന്ന് വിശ്വസിക്കുന്ന രീതിയാണ്. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ്റെ ടൈം ഇപ്പോൾ കുറച്ചൊന്ന് മോശമാണ്. അതുകൊണ്ട് അദ്ദേഹം സൈലൻ്റായി ഇരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് സമയം പോലെ വയലൻ്റ് ആകാം.